എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. മാധുര്യമേറിയ തിരുവചനം നമുക്ക് തുറക്കാം. 17-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. ദാവീദിൻ്റെ മറ്റൊരു പ്രാർത്ഥനയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. 150 സങ്കീർത്തനങ്ങൾ നാം ഒന്ന് ധ്യാനിച്ചാൽ അതിൽ ബഹുഭൂരിഭാഗവും പ്രാർത്ഥനയും ആരാധനയുമാണ്. ചുരുക്കൽ ചിലതിനകത്ത് മാത്രം കംപ്ലൈൻറ്റുകളുണ്ട്. എന്നാൽ കൂടുതലും പ്രാർത്ഥന, ആരാധന. പ്രാർത്ഥനയും ആരാധനയും ഒരുമിച്ച് പോകട്ടെ. ഇവിടുത്തെ പ്രാർത്ഥന നാം പഠിക്കാൻ കൊള്ളാവുന്ന ഒരു നല്ല പ്രാർത്ഥനയാണ്. യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. ലോർഡ്, ഹിയർ മീ ബിക്കോസ് ഐ ആസ്ക് ഫോർ വാട്ട് ഈസ് റൈറ്റ്. ലോർഡ്, ഹിയർ മീ, എന്നെ കേൾക്കണമേ, because I ask for what is right. ഇന്നത്തെ നമ്മുടെ ചിന്ത ഇതാണ്: ദൈവത്തെ നമുക്ക് കളിപ്പിക്കാനൊക്കില്ല. വീണ്ടും പറയാം, ദൈവത്തെ നമുക്ക് കളിപ്പിക്കാൻ, ചീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ന്യായമല്ലാത്ത ഒരു കാര്യം നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ഉദാഹരണങ്ങൾ പറയുമ്പോൾ വേദന തോന്നരുത്. ഭർത്താവിനോട് പിണങ്ങിയിരിക്കുന്ന ഒരു ഭാര്യ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ന്യായമല്ലെങ്കിൽ ദൈവം എങ്ങനെ കേൾക്കും? പാസ്റ്ററോട് പിണങ്ങി, പാസ്റ്ററോട് ഇഷ്ടമില്ലാതെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയിൽ ഉണ്ടാകുമോ? അത് പാസ്റ്ററാണെങ്കിലും ശരി, ന്യായമുണ്ടാകുമോ? ന്യായം, വാട്ട് ഈസ് റൈറ്റ്? ഒത്തിരി ഉദാഹരണങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എളിയവനായ ഞാൻ 40 കൊല്ലം ഈ മിനിസ്ട്രിയിൽ നിന്നതുകൊണ്ട് കണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. എല്ലാം പറയുന്നില്ല. എന്നാൽ തറപ്പിച്ച് പറയട്ടെ, ന്യായമല്ലെങ്കിൽ ദൈവം കേൾക്കുകയില്ല. ഇതാണ് പ്രശ്നം. അത് ന്യായമല്ലല്ലോ മോനെ. ന്യായമല്ലാത്ത ഒരു കാര്യത്തിന് ദൈവത്തെ കൂട്ടുപിടിക്കരുത്. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്ന തിരുവെഴുത്തും കയ്യിൽ പിടിച്ചുകൊണ്ട് ന്യായമല്ലാത്ത കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ന്യായമാണോ? ഉദാഹരണത്തിന്, അയൽക്കാരൻ്റെ വീട് മുടിയണം എന്ന് പ്രാർത്ഥിക്കുന്നത് ന്യായമാണോ? ബന്ധത്തിലുള്ളവരുടെ കുട്ടികൾ തോൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് ന്യായമാണോ? ചിലരുടെ കൂടിയ കാര്യങ്ങളിലേക്ക് വരികയാണേ. എൻ്റെ കൊച്ചിനേക്കാൾ എങ്ങനെ പോയാലും 5 മാർക്ക് കുറയണം എൻ്റെ ആങ്ങളയുടെ കൊച്ചിന്, എൻ്റെ പെങ്ങളുടെ കുട്ടിക്ക് എന്ന് ചിന്തിക്കുന്നത് ന്യായമാണോ? നമ്മളൊക്കെ കുഞ്ഞു മനുഷ്യരാ, നമുക്ക് അങ്ങനെയൊക്കെ ഒരു ചിന്തയൊക്കെ വരും ചിലപ്പോൾ, അല്ലേ? നമ്മുടെ കുഞ്ഞിന് മാർക്ക് കൂടുതൽ കിട്ടണമെങ്കിൽ പെങ്ങളുടെ കൊച്ചിന് മാർക്ക് കുറഞ്ഞു കിട്ടണം. അതല്ലേ വഴിയുള്ളൂ. അതല്ലാതെ വഴിയുണ്ട്. നമ്മുടെ കൊച്ചിന് മാർക്ക് കൂടണം, അതാണ് നമ്മുടെ വിഷയം. പെങ്ങളുടെ കൊച്ചിന് മാർക്ക് കൂടിക്കോട്ടെ, ആങ്ങളുടെ കൊച്ചിന് മാർക്ക് കൂടിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിലാവരുത് മത്സരം. ഇതൊരു വിഷയമാണ്. അപ്പോൾ എല്ലാവരോടുമായിട്ട് പറയുന്നു, ന്യായമല്ലാത്തതൊന്നും ദൈവസന്നിധിയിൽ വില
പോകുകയില്ല. എൻ്റെ ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്താണ് ശരിയായതെന്ന് നിനക്കറിയാം. അതാണ് ഞാൻ ചോദിക്കുന്നത്. നോക്കൂ, ലാബാൻ യാക്കോബിൻ്റെ ജോലി ചെയ്ത പൈസ പോലും കൊടുത്തില്ല. ലാബാൻ എന്തെയോ ആയിരിക്കുമല്ലോ. യാക്കോബ് ആ വീട്ടിൽ നിന്ന് നഷ്ടങ്ങൾ സഹിച്ചിറങ്ങി തിരിച്ചു. അവൻ പോകുന്ന വഴി അവനെ ആക്രമിക്കാൻ ലാബാൻ പുറകെ വന്നു. ന്യായമല്ലാത്ത കാര്യമാണ് ലാബാൻ ചെയ്യുന്നത് എന്നതിനാൽ ദൈവം ലാബാനെ വഴിക്ക് വെച്ച് തടഞ്ഞു. എൻ്റെ ദാസനായ യാക്കോബിനോട് നീ മിണ്ടിപ്പോരുന്നു. അപ്പോൾ ന്യായമായത് മാത്രം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.